എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാലാവസ്ഥാ മേഖലകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാലാവസ്ഥാ മേഖലയായിട്ടുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല നമ്മൾ പറഞ്ഞു. അതിനുശേഷം മൺസൂൺ കാലാവസ്ഥാ മേഖല നമ്മൾ പറഞ്ഞു. ആ മൺസൂൺ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൺസൂൺ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖല കാലാവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഉഷ്ണമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്ന് ഒരു 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും ഈ അക്ഷാംശങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, ഉഷ്ണമേഖലകൾ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഈ 30 ഡിഗ്രികൾക്കുള്ളിൽ വടക്കും തെക്കിനും ഇടയിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ. അതിനിടയിൽ കാണപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥ, അതിനിടയിൽ കാണപ്പെടുന്ന കാടുകൾ ഉഷ്ണമേഖലാ കാടുകൾ. അങ്ങനെ നമുക്ക് ഉഷ്ണമേഖല വെച്ചിട്ട് പറയാം. ഓക്കെ, അതിനകത്ത് അപ്പോൾ ഒരു സംശയം വരാം, ഭൂമധ്യരേഖ ഉഷ്ണമേഖലയിൽ ഉൾപ്പെടുമോ എന്നുള്ളത്. ഭൂമധ്യരേഖ ശരിക്ക് അതൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും അത് ഉഷ്ണമേഖലയ്ക്ക് അകത്ത് കണക്കാക്കണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാര്യം ഈ ഉഷ്ണമേഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യപ്രകാശം വളരെ അധികം ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഭൂമധ്യരേഖയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 30 ഡിഗ്രികൾക്കുള്ളിലാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉഷ്ണമേഖലാ കാലാവസ്ഥകൾ പറയുന്നത്. അപ്പം ഭൂമധ്യരേഖ കാലാവസ്ഥയെ നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മൺസൂൺ കാലാവസ്ഥാ മേഖലയെ നമുക്കൊരു ഉഷ്ണമേഖലാ മേഖലയായിട്ട് പറയാം. ഇനി മറ്റൊരു ഉഷ്ണമേഖലാ കാലാവസ്ഥാ മേഖലയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് സാവന്ന കാലാവസ്ഥാ മേഖല. അപ്പോൾ മനസ്സിലാക്കുക, സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഒരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ആരെപ്പോലെ? മൺസൂൺ കാലാവസ്ഥാ മേഖലയെ പറഞ്ഞ പോലെ അതൊരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്തു. ഇതൊരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക. ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഉഷ്ണമേഖലയാണെങ്കിൽ അത് എവിടെയായിരിക്കും? 30 ഡിഗ്രി അക്ഷാംശങ്ങളുടെ ഉള്ളിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന. എന്താ പറഞ്ഞത്? 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ. അപ്പോൾ സാവന്നയുടെ അക്ഷാംശീയ സ്ഥാനം കിട്ടിയില്ലേ? 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും. ഇരു അർദ്ധഗോളങ്ങളിലും, 2 അർദ്ധഗോളങ്ങളിലുമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട്, ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. എന്താണ്? ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന. ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന ഈ 30 ഡിഗ്രികൾക്കുള്ളിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ്. പുൽമേടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമുക്കറിയാം, പുൽമേടുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഉയരത്തിലല്ല, എന്നാൽ തീരെ ഉയരം കുറഞ്ഞതുമല്ലാതെ ഇങ്ങനെ കുറേ പുൽവർഗ്ഗങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. വലിയ മരങ്ങൾക്ക് പകരം എന്തായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കുക? പുൽമേടുകളായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ ഈ സാവന്ന എന്ന് പറയുന്ന കാലാവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഈ പറയുന്ന എവിടേക്കാണ് കാണപ്പെടുന്നത് നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് സാവന്ന ആഫ്രിക്കയിലുണ്ട്, ഓസ്ട്രേലിയയുടെ ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ തെക്കേ അമേരിക്കയുടെ ഭാഗത്തുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ വേറെ വേറെ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ ഇത് സാവന്ന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓസ്ട്രേലിയയിൽ ഇത് സാധാരണ പുൽമേടായിട്ട് തന്നെയാണ്. എന്നാൽ തെക്കേ അമേരിക്കയിൽ ഒന്ന് കാംബോസ് എന്നും ലാനോസ് എന്നുമാണ്. ഈ വെനസ്വലയുടെ ഭാഗത്താണ് ലാനോസ് എന്ന് പറയുന്നത്. ലാനോസ് അല്ല, ലാനോസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഭാഗത്തൊക്കെ ആയിട്ട്, തെക്കേ അമേരിക്കയുടെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ അത് കാംബോസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പം നോക്കൂ, നമുക്കിത് 10 ഡിഗ്രിയുടെയും അതുപോലെ തന്നെ 30 ഡിഗ്രിയുടെയും ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. 10 ഡിഗ്രിക്കും ഒരു 30 ഡിഗ്രിക്കും ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. 2 അർദ്ധഗോളങ്ങളിലും, ഭൂമധ്യരേഖയുടെ ഈ ഭാഗം ദക്ഷിണാർദ്ധഗോളം, ഈ ഭാഗം ഉത്തരാർദ്ധഗോളം, 2 അർദ്ധഗോളങ്ങളിലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെയുള്ളത് എന്താണ്? പുൽമേടുകളാണ്. വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. പുൽമേടുകളാണ്, ഉഷ്ണമേഖലയിലെ പുൽമേടുകളാണ് സാവന്ന. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്തൊരു പോയിന്റ് കിട്ടിയില്ലേ? എന്താണ്? ഈ പുൽമേടുകളെ, ഉഷ്ണമേഖലാ പുൽമേടുകളെ നമ്മൾ വ്യത്യസ്ത പേരുകളിലാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ അത് കാംബോസ് എന്നും വെനസ്വലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. നോക്കൂ, ഈ ആഫ്രിക്കയുടെ ഭാഗത്താണ് ഈ പുൽമേടുകളെ എന്ത് വിളിക്കുന്നത്? സാവന്ന എന്ന് വിളിക്കുന്നത്. വെനസ്വേലയുടെ ഭാഗത്ത് ലാനോസ് എന്നും നമ്മുടെ ബ്രസീലിൻ്റെ ഭാഗത്ത് കാംബോസ് എന്നും
അറിയപ്പെടുന്നു. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ചിത്രത്തിൽ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഈ പുൽമേടുകളുള്ളത് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. അപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ അറിയപ്പെടുന്ന പേര്, ഈ പുൽമേടുകൾ അറിയപ്പെട്ട പേര് സാവന്നയാണ്. അപ്പോൾ ഈ സാവന്ന ആണല്ലോ ഏറ്റവും കൂടുതൽ ഈ ആഫ്രിക്കയിലാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ പുൽമേടുകൾ ഇതേ അക്ഷാംശങ്ങൾക്കുള്ളിൽ ലോകത്തിൻ്റെ വേറെ ചില ഭാഗങ്ങളിൽ കൂടി കാണുന്നു. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ സാവന്ന എന്ന് വിളിച്ചുകൊണ്ട് ഇവ മൊത്തത്തിൽ ഈ ലാനോസിനെയും കാമ്പോസിനെയും ഈ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഈ ഉഷ്ണമേഖല ഈ പറയുന്ന പുൽമേടുകളെയും മൊത്തത്തിൽ നമ്മൾ ചേർത്തിട്ട് എന്തെന്ന് വിളിച്ചു? സാവന്ന കാലാവസ്ഥാ മേഖലകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലൊക്കെ ഒരേപോലത്തെ കാലാവസ്ഥ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ടും എന്താണ്? അവിടെ പുൽമേടുകൾ, ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു. നോക്കൂ, നമുക്ക് അടുത്തൊരു പോയിന്റ് കിട്ടിയില്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഉഷ്ണമേഖലാ പുൽമേടുകളിൽ എങ്ങനെയാണ്? ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലം. നേരത്തെ നമ്മൾ നമ്മുടെ ഈ പറയുന്ന മൺസൂൺ പറയുന്ന സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ ഉഷ്ണമേഖലകളിലൊക്കെ വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ചൂടും ഉണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ ആർദ്രതയും കൂടുതലായിരിക്കും. ആർദ്രത എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആലോചിക്കുക. അതായത് നല്ല ചൂട് ലഭിക്കുന്നുണ്ട്, എന്നാൽ നല്ല വണ്ണം ജലാശയങ്ങളുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിലേക്ക് ജലാംശം കൂടി എത്തുമ്പോൾ അവിടെ എന്തായിരിക്കും? ചൂടിനോടൊപ്പം അവിടുത്തെ അന്തരീക്ഷത്തിൽ ആർദ്രത കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലമാണുള്ളത്. എന്നാൽ ശൈത്യകാലം എങ്ങനെയായിരിക്കും? തണുപ്പ് സാധാരണ നമ്മൾ യൂറോപ്യൻ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ശൈത്യമേഖലകളിലോ ഉള്ള പോലെ, അല്ലെങ്കിൽ മിതോഷ്ണ മേഖലകളിലുള്ള പോലത്തെ തണുപ്പൊന്നുമല്ല. തണുപ്പ് കുറവായിരിക്കും. അതായത് ശൈത്യകാലത്ത് തണുപ്പ് കുറവായിരിക്കും. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്തിനേക്കാളും തണുപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ അത്രത്തോളം അങ്ങ് വലിയ തോതിൽ മഞ്ഞ് ഉരുകുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്ന തരത്തിലോട്ടുള്ള തണുപ്പിലേക്കൊന്നും എത്തില്ല. തണുപ്പ് കുറവായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ തണുപ്പ് കുറവ് തന്നെയാണ്. തണുപ്പ് കാലമാണ്. ഡിസംബറിലൊക്കെ ആണെങ്കിൽ നമുക്ക് തണുപ്പ് കുറവ് തന്നെയാണ് കേട്ടോ. നമ്മൾ ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ശരിക്കുള്ള ഈ മിതോഷ്ണ മേഖലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ തണുപ്പ് എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, പിന്നെ അതുമാത്രമല്ല വരണ്ട ശൈത്യകാലം കൂടിയായിരിക്കും. എന്താണ്? കുറച്ചും കൂടെ ഇലകൾ പൊഴിക്കുന്ന, മരങ്ങളെല്ലാം വരണ്ടുണങ്ങുന്ന, നമ്മുടെ കയ്യിലെ തൊലികളൊക്കെ നമുക്കറിയാം വരണ്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ ശൈത്യകാലം എന്ന് പറയുന്നത്. ഇവിടുത്തെ വാർഷിക ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അടുത്തൊരു പോയിന്റ് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താപനില നോട്ട് ചെയ്ത് വെക്കണമെന്ന്. ഈ സാവന്ന മേഖലയിലെ താപനില എത്രയാണ്? 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശരാശരി താപനില ഉണ്ടാവാറുള്ളത്. വാർഷിക ശരാശരി താപനില ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇത് ഈ 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെയാണ് ഇതിൻ്റെ താപനില പരമാവധി പോവാറുള്ളത്. ഇനി അടുത്തത് വാർഷിക വർഷപാതം പറഞ്ഞുതരാം. വർഷത്തിൽ എത്ര മഴ ലഭിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എത്രയാണ്? 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ. 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ. നമ്മൾ മൺസൂണിൽ എത്ര പറഞ്ഞിട്ടുള്ളത്? 50 സെൻറ്റിമീറ്റർ മുതൽ 1000 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്, വർഷത്തിൽ കിട്ടുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ 25 സെൻറ്റിമീറ്ററിനും 125 സെൻറ്റിമീറ്ററിനും ഇടയിലാണ് വാർഷിക മഴ ലഭിക്കാറുള്ളത്. ഇനി ഇവിടുത്തെ സസ്യജാലങ്ങൾ നോക്കാം. സസ്യജാലങ്ങൾ ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ പോയിന്റുകൾ, താപനില കിട്ടി, അതുപോലെ തന്നെ മഴ എത്രയാണ് ലഭിക്കുന്നതെന്ന് കിട്ടി, അങ്ങനത്തെ വേനൽക്കാലം അതുപോലെ തന്നെ ശൈത്യകാലം എങ്ങനെയാണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ സസ്യജാലങ്ങൾ നോക്കാം. ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും അധികം ഉണ്ടായിരിക്കുക? കണ്ടോ, പുൽമേടുകൾ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടില്ല, പുൽവർഗ്ഗങ്ങൾ. ഇങ്ങനെയുള്ള പുൽവർഗ്ഗങ്ങളാണ് അധികവും ഉണ്ടായിരിക്കുക. സാവന്നയിൽ അധികവും ഉണ്ടായിരിക്കുക പുൽവർഗ്ഗങ്ങളാണ്. മാത്രമല്ല പുല്ലുവർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ടാവാറുണ്ട്? ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളും അല്ലേ. അതായത് ഇലപൊഴിയും വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മഴയും നല്ല ചൂടും ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇലകളൊക്കെ പൊഴിയാതെ നിൽക്കും. എന്നാൽ ശൈത്യകാലമാകുമ്പോൾ ഈ മഴയും ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ, ചൂടും കുറവായതുകൊണ്ട് തന്നെ മരങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലകളൊക്കെ
പൊഴിക്കും. കാര്യം അതിന് എന്താണ്, നമ്മൾ ഇലകൾ പൊഴിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ ഈ പറയുന്ന ചൂടും അതുപോലെ തന്നെ മഴയും കുറയുമ്പോൾ ഈ സസ്യജാലങ്ങൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് ആഹാരം പാകം ചെയ്യണമെങ്കിൽ ഇലകൾ ആണല്ലോ പ്രധാനമായിട്ടും വേണ്ട ഘടകമെന്ന് പറയും. അപ്പോൾ ഇലകളിലൂടെയാണ് ഇവ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കൂടുതൽ ഊർജ്ജം ആവശ്യമായതുകൊണ്ട്, എന്നാൽ ആവശ്യത്തിനുള്ള ഊർജ്ജം പ്രകൃതിയിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അവർ ഇലകൾ പൊഴിച്ചു വെക്കും. അപ്പോൾ അവർക്ക് അത്രത്തോളം എന്ത് ചെയ്യേണ്ട, ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ വേനലും നല്ല മഴയൊക്കെ കിട്ടുന്ന സമയത്തേക്ക് ഇവർ വീണ്ടും പച്ചപ്പോട് കൂടിയിട്ട് വരും, ഇലകളൊക്കെ നല്ല നല്ല രൂപത്തിൽ ആയിട്ട് വരും. അപ്പോൾ ഇല പൊഴിയും വൃക്ഷങ്ങളാണ്. അപ്പോൾ തണുപ്പ് കാലത്ത്, ശൈത്യകാലത്ത് ഇലകൾ പൊഴിക്കുന്ന വൃക്ഷങ്ങളാണ്. അതുപോലെ തന്നെ പുല്ലുവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് അവിടുത്തെ സസ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മരുഭൂമിയോട് അടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു. ഇതിൽ തന്നെ ചില പ്രദേശങ്ങൾ, ഇപ്പോൾ ആഫ്രിക്കയുടെ ഈ ഭാഗത്തും നമ്മളിവിടെയൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടെ മരുഭൂമിയോട് അടുക്കുന്ന ചില പ്രദേശങ്ങൾ കൂടിയുണ്ട്. അവിടെയാണെങ്കിൽ എന്തൊക്കെയാണ് കാണപ്പെടാറുള്ളത്, അവിടെ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു. ഈ മരുഭൂമിയിലുള്ള ഉണ്ടാകുന്ന സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഉയരം കുറവായിരിക്കും. കാര്യം ഈ മരുഭൂമിയിൽ ഉണ്ടാകുന്ന സസ്യജാലങ്ങളുടെ പ്രത്യേകത, അവയ്ക്ക് വെള്ളം തീരെ കിട്ടുന്നില്ലല്ലോ, വല്ലപ്പോഴും മഴ കിട്ടിയാലായി അല്ലേ. അപ്പോൾ അവിടുത്തെ ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്ന മരങ്ങൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉയരം വെക്കൂല അവിടുത്തെ മരങ്ങൾ. കാര്യം അവർക്ക് കൂടുതൽ വെള്ളം ആരും കൊണ്ടുവന്ന് തരില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരുടെ ഈ സസ്യജാലങ്ങളുടെ, അവിടുത്തെ വൃക്ഷങ്ങളുടെയൊക്കെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഉയരം വല്ലാതെ വലിയ അളവിലേക്ക് പോവാത്ത വിധത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉയരം വല്ലാതെ ഇല്ലാത്ത കുറ്റിച്ചെടികളും മുൾക്കാടുകളൊക്കെയാണ് ഈ സാവന്നയിലെ മരുഭൂമി ഭാഗങ്ങളിൽ കാണപ്പെടുന്നത്. ഈ ഭാഗങ്ങളിൽ, അതായത് ഈ സാവന്ന മേഖലയിൽ ഇവിടെ കാടുകളും പുൽമേടുകളും ഉണ്ട്. പുൽമേടുകൾ ഓൾറെഡി പറഞ്ഞു, കാടുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രമുണ്ട്. കുറേ വന്യമൃഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത് നോക്കൂ, ഇത് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു പോയിൻ്റാണ്. വന്യമൃഗങ്ങൾ ഏതൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് നമുക്ക് എഴുതാം. ഏതൊക്കെയാണ്? ജിറാഫ്, സീബ്ര തുടങ്ങിയ സസ്യഭോജികളായ മൃഗങ്ങൾ പുൽമേടുകളിൽ ധാരാളമുണ്ട്. അതായത് ഈ പുൽവർഗ്ഗങ്ങളെ കഴിക്കുന്ന ജീവികൾ ആയിട്ടുള്ള സസ്യഭോജികളായിട്ടുള്ള പുൽവർഗ്ഗങ്ങളെ ഭക്ഷിക്കുന്ന വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ജിറാഫ്, സീബ്ര ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ആരുണ്ട്? സസ്യഭോജികൾ മാത്രമല്ല ഉള്ളത്, മാംസഭോജികളായിട്ടുള്ള ജീവികളും ഉണ്ട്. ആരൊക്കെയാണ്? സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളും ഇവിടെ കാണപ്പെടുന്നു അല്ലേ. സിംഹവും കടുവയും ഒക്കെയുണ്ട്. അതായത് അവ മാംസഭോജികളാണ്. സസ്യഭോജികളായുള്ള ജിറാഫും സീബ്രയും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാവാറില്ലോ, കാണാറില്ല അല്ലേ. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും പോയിന്റുകളൊക്കെ ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളൊക്കെ കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതകളും ഇവിടുത്തെ കൃഷിയും നമുക്ക് നോക്കാം. താരതമ്യേന വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതിയാണ് അവലംബിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ വളക്കൂറുള്ള മണ്ണുണ്ട്, പക്ഷേ ഇവിടെ എന്താണ്, മഴ കുറവാണ് അല്ലേ. വാർഷിക വർഷപാതം നമ്മൾ 25 സെൻറ്റിമീറ്റർ മുതൽ എത്ര വരെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? 125 സെൻറ്റിമീറ്റർ വരെയല്ലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മഴ കുറവായതിനാൽ അധികം ജലം ഉപയോഗിച്ചുകൊണ്ട്, മഴയെ ആശ്രയിച്ചുകൊണ്ട് വലിയ രീതിയിൽ കൃഷി ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മഴ കുറവാണെന്ന് അവർക്ക് ഓൾറെഡി അറിയാം. നല്ല വളക്കൂറുള്ള മണ്ണുണ്ട്, പക്ഷേ വെള്ളം കൂടുതൽ ആവശ്യമുള്ള വിളകൾ ഇവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല. പകരം അവരെന്താ ചെയ്യുക, ഈ ജലം അധികം ആവശ്യമില്ലാത്ത ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതിയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഫോളോ ചെയ്യുന്നത്, ഇവർ പിന്തുടരുന്നത്. ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതി. പിന്നെ അവരുടെ ജോലികൾ എന്തൊക്കെയാണ്? അടുത്ത ജനജീവിതം എന്തൊക്കെയാണ്? നിങ്ങൾക്കൊരു ടൈറ്റിൽ എഴുതി, ജനജീവിതം എങ്ങനെയൊക്കെയാണ്? മൃഗപരിപാലനം. നല്ല പുൽമേടുകളല്ലേ, അപ്പോൾ പുൽമേടുകളിലേക്ക് അങ്ങോട്ട് ആരെ വിട്ടാൽ മതി? ഈ ജീവികളെ, അവർ പശുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആടുകളോ അങ്ങനെയൊക്കെയുള്ള ജീവികളാണെങ്കിൽ ഈ പുൽമേടുകളിലേക്ക് കണ്ട് വിട്ടാൽ മതി. അങ്ങനെ മൃഗപരിപാലനം, കൃഷി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗ്ഗങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. മൃഗപരിപാലനവും കൃഷിയൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ. പിന്നെ സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത വളരെ പൊതുവെ കുറവാണ്. നമ്മൾ മൺസൂണിലൊക്കെ കണ്ട പോലെ, മൺസൂണിലൊക്കെ ജനസാന്ദ്രത കൂടാൻ കാരണം നല്ല മഴ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടും കിട്ടുന്നുണ്ട്, നന്നായി കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് മൺസൂണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനസാന്ദ്രത കുറവായുള്ള സ്ഥലമായിട്ട് നമുക്കിതിനെ താരതമ്യം ചെയ്ത് പഠിക്കാം. ഇനി
ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗമായ മസായികൾ ഇടയ ജീവിതം നയിക്കുന്നു. ഇവിടെ കാണപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്താണ് ആഫ്രിക്കൻ്റെ സാവന്നയിൽ, സാവന്ന എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ മാത്രമല്ല, സാവന്ന എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ പുൽമേടുകളെ വിളിച്ചതാണ്. അതുകൊണ്ട് അതിനെ മൊത്തത്തിൽ സാവന്ന എന്ന് ഈ ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളെയും വിളിച്ചു. അപ്പോൾ ഈ ആഫ്രിക്കയിലെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ സാവന്നയിൽ, ഈ ആഫ്രിക്കയിലെ സാവന്നയിൽ എന്തുണ്ട്, അവിടെ മസായികൾ എന്ന് പറയുന്ന ആരുണ്ട്, മസായികൾ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗം, ഒരു ഗോത്ര വിഭാഗം അവിടെ ഉണ്ട്. ഓക്കെ, മസായികളുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറയുന്നത് ഇടയ ജീവിതമാണ്. ഇടയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കന്നുകാലികളെ മേയിച്ച് ഇങ്ങനെ കന്നുകാലികളെ ഈ പുൽമേടുകളിലേക്ക് അയച്ച് അങ്ങനെ കന്നുകാലികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇടയന്മാരാണ് ഇവിടെ ഉള്ളവർ. അപ്പം ആടുകളെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് മേയ്ക്കാൻ വേണ്ടിയിട്ട് വിടും. അപ്പോൾ നമ്മൾ വേറൊരു ഗോത്ര വിഭാഗത്തെ പറ്റിയിട്ട് പഠിച്ചിരുന്നു നേരത്തെ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ. ആരായിരുന്നു അത്? നമ്മൾ പിഗ്മികളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സാവന്നയിൽ ആരാളുള്ളത്? മസായികളാണ്. അപ്പോൾ ഇത് രണ്ടും പരീക്ഷയ്ക്ക് ഒരു വൺ വേർഡുകളായി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ സുഡാനും ഈ ബ്രസീലും ഒക്കെ എന്താണ്, ഈ സാവന്ന കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന ആളുകളാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങൾ, ഇവയൊക്കെ ഒരു കാലത്ത് എന്താണ് യൂറോപ്യൻ കോളനികളായിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കി വെച്ചില്ലേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കിയത് വെച്ച് പോലെ തന്നെ ഇന്ത്യയിൽ വേറെയും കുറേ യൂറോപ്യൻ ശക്തികളുടെ കോളനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പറയാം ഫ്രഞ്ചുകാരുടെ കോളനികൾ ഉണ്ടായിരുന്നു. നമ്മുടെ മാഹിയൊക്കെ പോണ്ടിച്ചേരിയൊക്കെ ഫ്രഞ്ച് കോളനികളായിരുന്നു, ഗോവയൊക്കെ. പിന്നെ പോർച്ചുഗീസുകാരുടെ കോളനികൾ ഉണ്ടായിരുന്നു, ഡച്ചുകാരുടെ കോളനികൾ ഉണ്ടായിരുന്നു. അധികം കോളനികൾ ആരുടേതായിരുന്നു? ബ്രിട്ടീഷുകാരുടേതായിരുന്നു. അതായത് ആ യൂറോപ്യന്മാർ വന്നിട്ട് നമ്മളെ സ്വന്തം രാജ്യങ്ങളെ അവരുടെ അടിമകളായി അവരുടെ കീഴിൽ കൊണ്ടു നടന്നിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയെ പോലെ പല രാജ്യങ്ങളും ഇതുപോലെ ആര് കൈവശം വെച്ചിരുന്നു? യൂറോപ്യന്മാർ കൈവശം വെച്ചിരുന്നു. അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങളാണ് സുഡാനും ബ്രസീലും. അപ്പം യൂറോപ്യൻ കോളനികളായിരുന്ന ഈ സുഡാനിലും ബ്രസീലിലുമൊക്കെ അവിടെ എന്താണ്, അവിടെ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. എന്ത് വിളകൾ കൃഷി ചെയ്യുന്നു? നാണ്യവിളകൾ. എന്താണ് നാണ്യവിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാണ്യവിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയെ നമുക്ക് രണ്ടായിട്ട്, കാർഷിക വിളകളെ രണ്ടായി തരംതിരിക്കാനായിട്ട് പറ്റും. ഒന്ന് ഭക്ഷ്യവിളകളും മറ്റൊന്ന് നാണ്യവിളകളും. ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പ്രധാനമായിട്ടും അത് കൃഷി ചെയ്യുന്നത് ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നെല്ല്, ഗോതമ്പ്, ബാർലി, ചോളം, ഇതൊക്കെ എന്തിനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? നമ്മൾ അത് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട്, വാണിജ്യ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യും. അതായത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അസംസ്കൃത വസ്തുവായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ അത് എന്തിനാണ് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടോ, വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് നാണ്യവിളകൾ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ പരുത്തി കൃഷി ഒരു നാണ്യവിളയാണ്. അത് പരുത്തി നമ്മൾ എന്തിനാണ് കൃഷി ചെയ്യുന്നത്? നമുക്ക് ഭക്ഷണമാക്കി കഴിക്കാനാണോ? അല്ല. പകരം എന്തിനാണ്? അത് പരുത്തി കൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാപ്പി കാപ്പി എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവിളയേക്കാൾ അപ്പുറത്തേക്ക് അത് കയറ്റുമതി ചെയ്യാനും ഒക്കെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബ്രസീലിലെ കാപ്പി കൃഷിയും സുഡാനിലെ പരുത്തി കൃഷിയൊക്കെ ആര് കൊണ്ടുവന്നതാണ്? യൂറോപ്യന്മാർ ഒരു കാലത്ത് അവരുടെ കോളനികളാക്കി വെച്ചിരുന്ന ഈ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നതാണ്. അവിടുത്തെ തനത് കൃഷിയൊന്നുമല്ല അത്. ഇവരെന്തിനാണ് ഈ കോളനികളിലൊക്കെ ഇത് കൃഷി ചെയ്തിട്ട് അവരുടെ നാട്ടിൽ, യൂറോപ്പിൽ ഇതൊന്നും വളരുന്നുണ്ടാവില്ല. അപ്പോൾ യൂറോപ്പിൽ വളരാത്ത കാര്യങ്ങൾ അവരുടെ കോളനികളിൽ കൃഷി ചെയ്യുന്നു. എന്നിട്ട് അത് യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും ഇവർ കൊണ്ടുപോയി വിൽക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്നൊക്കെ ഇതുപോലെ പരുത്തിയൊക്കെ ഇതുപോലെ തന്നെയാണ് യൂറോപ്യന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂറോപ്യന്മാർ കൊണ്ടുവന്നിട്ടുള്ള നാണ്യവിളകൾ ഈ സുഡാനിലും ബ്രസീലിലൊക്കെ ഉണ്ട്. പരുത്തി കൃഷി, കാപ്പി കൃഷിയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിനി പറയുന്നത് എന്താണ്? ഈ ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറ് അരികുകൾ. അപ്പോൾ നമുക്ക് നോക്കാം, ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പടിഞ്ഞാറൻ അരികുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നമുക്കിതൊന്ന് മായ്ച്ചതിന് ശേഷം നമുക്കിതിൻ്റെ പടിഞ്ഞാറൻ അരികുകളൊന്ന് പരിശോധിച്ച് നോക്കാം.
ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു പടിഞ്ഞാറൻ അരിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ പടിഞ്ഞാറൻ അരിക്, ഇതാ ഇവിടെയാണെങ്കിൽ ഇത് പടിഞ്ഞാറൻ അരിക്, ഇതാ ഇവിടെ ഇങ്ങനെ ഇതാണ് പടിഞ്ഞാറൻ അരിക്. ഈ പടിഞ്ഞാറൻ അരികുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മഴ കുറഞ്ഞ ഭാഗങ്ങളാണ്. മറ്റ് ഈ ഉഷ്ണമേഖല മഴക്കാടുകളുടെ മറ്റ് ഭാഗങ്ങളെക്കാളും ഈ പടിഞ്ഞാറൻ മേഖലകളിൽ എന്താണ്, മഴ ക്രമേണ കുറഞ്ഞു വരും, മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലുള്ള വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞിട്ടായിരിക്കും. മറ്റ് മഴ കിട്ടുന്ന ഭാഗങ്ങളിലുള്ള മരങ്ങളെക്കാളും വൃക്ഷങ്ങളുടെ ഉയരത്തിനേക്കാളും ചെറിയ മരങ്ങളായിരിക്കും ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുക. കാര്യം മഴ കൂടുതൽ കിട്ടിയാൽ മാത്രമാണ് മരങ്ങൾക്ക് അല്ലെങ്കിൽ വെള്ളം നല്ലോണം കിട്ടിയാൽ മാത്രമാണ് മരങ്ങൾക്ക് നല്ല ഉയരം വെക്കാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ എന്താണ്, അവർ മരങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾക്ക് ആരും വെള്ളം തരാനില്ല, അപ്പോൾ അതുകൊണ്ട് അത്ര ഉയരത്തിലേക്കൊന്നും പോകണ്ട എന്ന് മനസ്സിലാക്കും. അങ്ങനെ അവർക്ക് വലിയ ഉയരത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കില്ല, അവർ തന്നെ അതിനെ നിയന്ത്രിക്കും. അങ്ങനെ ഈ ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളിലേക്ക് വരുമ്പോൾ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ മഴ കിട്ടാത്ത ഭാഗങ്ങളായിട്ട് ഈ പടിഞ്ഞാറൻ ഭാഗം ഉഷ്ണമേഖലകളുടെ ഈ എന്താ പറയുക, നമ്മുടെ പുൽമേടുകളുടെ ഈ പടിഞ്ഞാറൻ ഭാഗം ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉഷ്ണമേഖലയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് എന്താണ്, മരുഭൂമികളാണ് ഉള്ളത്. അപ്പം അവിടെ മരുഭൂമിയിലുണ്ടാകുന്ന വെള്ളം അധികം ആവശ്യമില്ലാത്ത സസ്യജാലങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം, ഉഷ്ണ മരുഭൂമികൾ. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.